ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെ അനുമതിയില്ലാതെ തന്നെ ഈശ്വർ മാൽപേ ഇപ്പോൾ തെരച്ചിലിനിറങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് രണ്ടാമതൊരു ഒരു 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 തോണി കൂടി അദ്ദേഹത്തിന് സഹായത്തിനായി എത്തുന്നു എന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടാകാനുള്ള സാധ്യതയാണ്. അത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് നേരത്തെയും അദ്ദേഹം ദൗത്യത്തിനെത്തിയ ഘട്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം സജ്ജീകരണങ്ങൾ അദ്ദേഹത്തിന് സഹായത്തിനായി എത്താറുണ്ടായിരുന്നു. അദ്ദേഹം അത്തരം ചില ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം അവരെയൊക്കെ അറിയിക്കാറുണ്ട്. ആ സഹായത്തിനായി ഇപ്പോൾ രണ്ടാമത്തെ ഒരു തോണി കൂടി, മോട്ടോർ ഘടിപ്പിച്ച ഒരു തോണി കൂടി നിലവിൽ ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ ഡൈവിങ്ങിനെത്തിയ സമയത്ത് നേവിയുടെയൊക്കെ സംഘം ഇവിടെ ഉണ്ടായിരുന്നു. നേവിയുടെ മുങ്ങൽ വിദഗ്ധരുണ്ടായിരുന്നു. അവരുടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന 2 തോണികൾ മാത്രമാണുള്ളത്. ആ 2 തോണികളിലായി അവരുടെ പ്രതിനിധികളായിട്ടുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള 4 പേരാണുള്ളത്. ഈശ്വർ മാൽപയുടെ സംഘാംഗങ്ങളായി നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 പേരാണുള്ളത്. അവർ നേരത്തെ നമുക്കറിയാം 8 അംഗ സംഘമാണ്. അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള 8 അംഗ സംഘമാണ്. അവർ പൂർണ്ണമായും ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. രാവിലെ ഇതിലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും അനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കുറവുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവർ പൂർണ്ണമായും എല്ലാ സജ്ജീകരണങ്ങൾ കൂടിയും എത്തിക്കാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇതിനൊരു ധൈര്യം കാർവാർ MLA നൽകുന്നു, നിർദ്ദേശം നൽകുന്നു. ഇന്ന് തന്നെ എത്തണം എന്നാവശ്യപ്പെടുന്നു. അദ്ദേഹം രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഷിരൂരിലെ ഈ അപകട സ്ഥലത്തേക്ക് അദ്ദേഹം എത്തി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. കരയിൽ നിന്നുകൊണ്ട് അവരുടെ സംഘാംഗങ്ങൾ കയർ കെട്ടി അദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹം ആ കയറ് കൃത്യമായ അവരുടെ ഒരു കുരുക്കാണത്. ആ കുരുക്ക് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കെട്ടിയതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ പുഴയിലേക്ക് ഇറങ്ങുക. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മാൽപേ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേരുണ്ട്. അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വൈഡാക്കിയാൽ നമുക്ക് കാണാം അവരുടെ 2 തോണികൾ, അതായത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ 2 തോണികളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഇവിടെ മറ്റെന്തെങ്കിലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ളത് 2 ഈ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ 2 തോണികളും അതോടൊപ്പം തന്നെ ഈ ഈശ്വർ മാൽപേ സംഘത്തിലുള്ള 2 പേരുമുണ്ട്. നിലവിൽ ഇപ്പോൾ കരക്ക് നിന്നുകൊണ്ട് ഈ 2 പേർ ഇതിൽ കയർ കെട്ടി, അതായത് റോപ്പ് അദ്ദേഹത്തിൻ്റെ ഈശ്വർ മാൽപയുടെ ദേഹത്ത് അത് കെട്ടിയതിന് ശേഷം അദ്ദേഹം ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയ്ക്ക് 2 പേർ അദ്ദേഹത്തിൻ്റെ ഈ റോപ്പ് അദ്ദേഹം കെട്ടിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കെട്ടിയിട്ടുള്ള ആ കയറ് എടുത്തുകൊണ്ട് 2 പേർ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പുഴയുടെ അടിത്തട്ടിൽ മുങ്ങി വീണ്ടും പൊങ്ങിയിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ ആഴങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഈശ്വർ മാൽപേ ഉള്ളത്. വീണ്ടും അദ്ദേഹം കുറച്ചുകൂടി മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മറ്റ് 2 തോണികളും ഏറെ അകലെയല്ലാതെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഒരു സുരക്ഷാ സംവിധാനം എന്ന നിലയിൽ മറ്റ് 2 ഈ തോണികൾ, മത്സ്യത്തൊഴിലാളികൾ തോണികളും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈശ്വർ മാൽപയുടെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ MLA, അതായത് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ സംസാരിക്കുമ്പോൾ കേരളത്തിനെതിരെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഡ്രഡ്ജറിന്റെ കാര്യത്തിൽ അത് എന്തുകൊണ്ട് എത്തിച്ചില്ല എന്ന ചോദ്യം. സഹകരിക്കുന്നില്ല ഇങ്ങനെ ഒരു ദൗത്യവുമായി എന്ന് അദ്ദേഹം പറയുന്നു. ആ സാഹചര്യം എന്താണ്?
അനുജ, അത് നമുക്കറിയാം. അതായത് ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചത് ജില്ലാ ഭരണകൂടമാണ്. അതായത് നിലവിൽ ഈ പുഴയിലെ അടിത്തട്ടിൽ ഇറങ്ങിയുള്ള തെരച്ചിലിന് വലിയ തടസ്സമായി നിൽക്കുന്നത് അടിയൊഴുക്ക് മാത്രമല്ല, ഈ പുഴയിൽ നിലനിൽക്കുന്ന ഈ വലിയ കൂനകളും മൺതിട്ടകളും ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ കല്ലുകളൊക്കെ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അവ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പുഴയിലിറങ്ങിയുള്ള ഒരു ഡൈവ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ സാധ്യമാവൂ എന്നും നേവിയും അതോടൊപ്പം തന്നെ നേരത്തെ തെരച്ചിൽ നടത്തി ഈശ്വർ മാൽപ്പയും ജില്ലാ ഭരണകൂടം ഒക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ ഡ്രഡ്ജർ യന്ത്രം എത്തിച്ചുകൊണ്ട് അതിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ അവർ തുടങ്ങിയത്. അതിനുവേണ്ടി തൃശ്ശൂരിലെ നിലവിലെ ഡ്രഡ്ജർ യന്ത്രം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തി. അവിടെ നിന്നുള്ള ഈ സാങ്കേതിക സംഘം ഈ ഷിരൂരിലെത്തി. അവർ നിലവിൽ ആ ഘട്ടത്തിൽ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ചു. എന്നാൽ ആ ഘട്ടത്തിൽ പുഴയിലെ അടിയൊഴുക്ക് ഉണ്ടായിരുന്നത് 5 നോട്ട്സിന് മുകളിലായിരുന്നു. അതായത് തൃശ്ശൂരിൽ നിന്നുള്ള സാങ്കേതിക സംഘം എത്തുന്ന ഘട്ടത്തിൽ 5 നോട്ട്സിന് മുകളിലായിരുന്നു പുഴയിലെ അടിയൊഴുക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഗംഗാവലി പുഴയിൽ അവരുടെ യന്ത്രം എത്തിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ നടത്താൻ സാധ്യമാവില്ല. അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ്. അത് അവർ റിപ്പോർട്ടായി ഔദ്യോഗികമായി തന്നെ അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് MLA ഈ കാര്യത്തിൽ MLA തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് MP ഉൾപ്പെടെയുള്ളവരെ MLA ബന്ധപ്പെട്ടു എന്നതാണ് MLA പറയുന്നത്. MLA പറഞ്ഞത് പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ചെലവും അദ്ദേഹം വഹിക്കാം എന്ന സന്ദേശം അവർക്ക് കേരളത്തിലുള്ള ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ അവർ കൈമാറിയിരുന്നു എന്നതാണ് പറയുന്നത്. MLA കൈമാറിയിരുന്നു. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ഭാഗത്തുണ്ടായില്ല എന്നൊരു വിമർശനമാണ് MLA ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അത് MLA എന്തെങ്കിലും രേഖാമൂലം കേരളത്തിന് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ MLA പറയുന്നത് അത്തരം സന്ദേശം അദ്ദേഹത്തിന്റെ റിസ്കിൽ അദ്ദേഹത്തിന്റെ ചെലവിൽ അത് വഹിക്കാം, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തോടു കൂടി ഇത് കൊണ്ടുവരാം, നിലവിൽ പുഴയിലെ അടിയൊഴുക്ക് കുറവാണ് എന്ന കാര്യം ഉൾപ്പെടെ അദ്ദേഹം ബോധിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം കേരളത്തിന്റെ ഭാഗത്തുണ്ടായില്ല എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ AK മഷ്റഫ് MLA ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. പക്ഷേ അതിൽ അരുൺ, ഇപ്പോ ഈ അനുമതി നൽകാത്തതിനെ കുറിച്ച് ഭരണകൂടം ഈ കാര്യത്തിൽ തെരച്ചിലിന് അനുമതി നൽകിയിട്ടില്ലല്ലോ, അതേക്കുറിച്ച് എന്താണ് സതീഷ് കൃഷ്ണസേയിൽ പറയുന്നത്? അനുജ, അതിൽ നേരത്തെ തന്നെ, അതായത് ഇതാദ്യമായിട്ടല്ല ഈ കാര്യത്തിൽ, അതായത് ഈ തെരച്ചിലിന് അനുമതി നൽകാത്തത് ആദ്യമായിട്ടല്ല. ഈശ്വർ മാൽപ്പയ്ക്ക് ഉൾപ്പെടെ നേരത്തെ നേവിക്കും അതോടൊപ്പം സമാനമായി അനുമതി നൽകിയില്ല, ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല എന്ന കാര്യമുണ്ട്. ആ കാര്യം നമ്മൾ MLA ചോദിച്ചിരുന്നു. MLA ആ ഘട്ടത്തിൽ തത്സമയം അത് നമ്മൾ പങ്കുവച്ചാണ്. MLA ക്ഷുഭിതനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്തരമൊരു വിവരത്തിൽ അദ്ദേഹം മറുപടി പറയാനില്ല, അല്ലെങ്കിൽ നേവിയുടെ എന്തിനാണ് നേവി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. വളരെ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. അത്തരമൊരു വിവരമോ അല്ലെങ്കിൽ ഈ അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം ഇതിന് വളരെ പോസിറ്റീവായി ഞാൻ മറ്റൊരു മാർഗത്തിലൂടെ ഈ തെരച്ചിൽ നടത്തും, തെരച്ചിൽ ഒരു ഘട്ടത്തിലും അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ദൗത്യത്തിൻ്റെ ആദ്യ ദിനം മുതൽ അദ്ദേഹം ഈ രംഗത്തുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്. അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ പറയുന്നതല്ല, ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെടുത്തൊരു തീരുമാനം, ആ തീരുമാനം നടപ്പിലായില്ല. ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല എന്നതിൻ്റെ പേരിൽ മാത്രം നേവി സംഘം ഇറങ്ങിയില്ല. നേവിയുടെ ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണമല്ല, പക്ഷെ നമുക്ക് അനൗദ്യോഗികമായി നേവിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവർക്ക് ആ അനുമതി ലഭിച്ചില്ല. അവരുടെ ടീം ഇന്ന് രാവിലെ റെഡിയായിരുന്നു. അവർ അനുമതി നൽകിയാൽ ഇവിടെ എത്തി തെരച്ചിൽ നടത്താൻ അവർ റെഡിയായിരുന്നു. അവർ റഡാർ പരിശോധന ആദ്യഘട്ടത്തിലും പിന്നീട് ഡൈവ് ചെയ്തുകൊണ്ട്